ഹായ് കൂട്ടുകാരെ, അരിതമെറ്റിക് സീക്വൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 30ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഫസ്റ്റ് ടേം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഇസ് 5 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉം ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണക്കാക്കുക. ഓക്കെ, ഇത് കൺസെപ്റ്റ് ഓഫ് ഈവൺ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിന് മുമ്പത്തേൽ കീനോട്ടിൽ ഞാൻ കൺസെപ്റ്റ് ഓഫ് ഈവൻസ് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഫസ്റ്റ് ടേം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഇസ് 5. ഓക്കെ, ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഒന്നാമത്തെ ടേം 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. ആദ്യത്തെ 6 എന്താ പറയുക പദങ്ങളുടെ തുകയും കൂടിയിട്ടാണ് ഇത്ര 105 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 6 ടേംസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് എത്രയേ ഉള്ളൂ? 6 ടേമേ ഉള്ളൂ. ഓക്കെ, 6 ടേം ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്തായി? ഈവൺ ആയി കഴിഞ്ഞാൽ അവിടെ 3 കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സമാന്തര ശ്രേണി ഉണ്ട്, അതിൽ 6 പദമേ ഉള്ളൂ. 6 പദം ഉള്ളത് കൺസെപ്റ്റ് ഓഫ് ഈവൺ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 6 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. നമ്പർ ഓഫ് ടേംസ് ഈവൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ പറയുകയാണ്. സോ 6 നമ്പർ ഓഫ് ടേംസ് n ഈസ് ഈക്വൽ ടു എന്താണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പെയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഈസ് ഈക്വൽ ടു n/2 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സോ n/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/2 ആണ് ഈസ് ഈക്വൽ ടു 3. നമ്പർ ഓഫ് പെയേഴ്സ് ഇവിടെ എത്രയാണ്? 3 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സം ഓഫ് 6 ടേംസ് തന്നിട്ടുണ്ട്. 6 ടേമിൻ്റെ സമ്മും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പെയറും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു ഫോർമുല? സം ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് പെയർ ആയിരുന്നു ആണല്ലോ. സോ ഇതിലെ സം നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 105 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ അറിയോ? ഇല്ല. അതുപോലെ തന്നെ ഞാൻ എഴുതി സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 3 കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 3 പുറത്തോട്ട് ഉണ്ടായി നമുക്ക് സം ഓഫ് 1 പെയർ കിട്ടിക്കൂടെ? ഓക്കെ, സോ ഞാൻ 3 പുറത്തോട്ട് 105 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ആയിട്ട് മാറും. സോ സം ഓഫ് 1 പെയർ കിട്ടും അല്ലേ? സോ 105 ഡിവൈഡഡ് ബൈ 3, 10ൽ 3 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. ബാക്കി എന്ത് വരും? 1 വരും. 15ൽ 3 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. സോ എത്ര കിട്ടി? 105 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടി? 35 അല്ലേ? സോ സം ഓഫ് 1 പെയർ എന്ന് പറയുന്നത് എന്താണ്? 35 ആണ്. ഓക്കെ, ഇതിപ്പോൾ എന്തിനാ കണ്ടുപിടിച്ചേ? ഓക്കെ, നമ്മളോട് 6 ടേംസ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 6 ടേംസിൽ ഫസ്റ്റ് ടേം മാത്രം തന്നിട്ടുണ്ട്, ബാക്കി 8 ടേംസ് തന്നിട്ടില്ല, കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ആകെ സം മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സം ഓഫ് 1 പെയർ എന്ന് പറയുന്നത് എത്രയാണ്? 35ആണ്. ഞാനിവിടെ കാണിക്കുകയാണ്. 1, 2, 3, 4, 5, 6 അല്ലേ? ഇതിലൊരു പെയർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതും 6ാമത്തതും ഒരു പെയറാണ് അല്ലേ? അതുപോലെ രണ്ടാമത്തതും 5ാമത്തതും ഒരു പെയറാണ്. അതുപോലെ 3ാമത്തതും 4ാമത്തതും ഒരു പെയറാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിൽ ഓരോ പെയറും എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 35 അല്ലെ? എല്ലാ പെയറും സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓരോ പെയർ എത്രയായിരിക്കും? 35. ഇതിപ്പോൾ സം ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടില്ലേ? ഓക്കെ, ഫസ്റ്റ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 5 തന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം എങ്ങനെയായിരിക്കും? 30. എങ്ങനെ കിട്ടിയേ? മൊത്തം പെയറിൻ്റെ ഇത് 35 പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനൊരു 5 കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ടേം എന്തായിട്ട് കിട്ടും? 30 കിട്ടും. ഓക്കെ ആണല്ലോ? സോ ഓരോ പെയറും എത്രയായിരിക്കും? 35. ഇതുപോലെ അടുത്തത് 5, 30 എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? സോ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി പോകണം. അപ്പോൾ അടുത്ത ടേമുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. സോ എനിക്കറിയാം ഒന്നാമത്തെ ടേം 5ഉം 6ാമത്തെ ടേം എത്രയാണ് ഞാൻ കണ്ടുപിടിച്ചു? 30. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ ഇല്ലേ? ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്രയോ ഡി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6ാമത്തെ ടേം കിട്ടും. എത്രയാ? 1 പ്ലസ് എത്ര? 6 കിട്ടണേ? 5. സോ 5D. ഓക്കെ, ഇതൊക്കെ മുമ്പ് നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ കണ്ടിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ലേ? ഓക്കെ, സോ ഒന്നാമത്തെ ടേം എത്രയാണെന്നറിയാം? 5 ആണെന്നറിയാം.
പ്ലസ് 5D അതുപോലെ ഇറക്കി എഴുതി. ഡി എനിക്കറിയത്തില്ല, അതുകൊണ്ട് 5D അതുപോലെ ഇറക്കി എഴുതി. അതുപോലെ x6 ആറാമത്തെ ടേം എന്ന് പറയുന്നത് 30 അറിയാം. ഓക്കെ, സോ ഈ 5-നപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 5D കിട്ടും അല്ലെ. 5D ഈസ് ഈക്വൽ ടു 30 പ്ലസ് 5 അവിടെ നിന്ന് വന്നപ്പോൾ എന്തായിട്ട് മാറി? -5 ആയിട്ട് മാറി. സോ 5D ഈസ് ഈക്വൽ ടു 30 - 5 25 കിട്ടും. സോ ഡി ഈസ് ഈക്വൽ ടു 5-നപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇൻറ്റു 5 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. സോ 25/5. സോ ഡി ഈസ് ഈക്വൽ ടു എത്ര നീട്ടി? 25/5 എത്രയാ? 5 നീട്ടി. ക്രോം ഡിഫറൻസ് എത്ര നീട്ടി? 5 നീട്ടി. ഇനി നമുക്ക് ബാക്കി 6 ടേംസ് കണ്ടുപിടിച്ചൂടെ? ഇല്ലേ? ഒന്നാമത്തെ ടേം എത്രയാണെന്നറിയാം? 5. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ ടേം നമുക്ക് എത്രയാണെന്നറിയാം? 30 അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം എന്തായിരിക്കും? ഇതിലൂടെ 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10. അടുത്തത് 15. അടുത്തത് 20. അടുത്തത് 25. അത് കഴിഞ്ഞാൽ 30 ഓട്ടോമാറ്റിക്കലി കിട്ടിയല്ലോ. ഓക്കെ, സോ ഇത്രയല്ലേ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്റ് ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദ സീക്വൻസ്. സീക്വൻസിലെ 6 ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ സം ഓഫ് പെയേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യില്ല, അവർ മെൻഷൻ ചെയ്ത് പറയത്തില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ, മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The sum of 7th and 8th term of an arithmetic sequence is 50. Calculate the sum of first 14 terms. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക 50. ആദ്യത്തെ 14 പദം കണക്കാക്കുക. ഓക്കെ, സോ നമുക്കിവിടെ അറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, 14 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ തന്നിരിക്കുന്ന ആകെ എന്താ? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 7ാമത്തതും 8ാമത്തതും ടേമും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 50. ഓക്കെ, അതായത് 7ാമത്തെ 8ാമത്തെയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 50. അതിൻ്റെ 14 പദങ്ങളുടെ എന്ത് ചെയ്യണം? തുക കണ്ടുപിടിക്കണം. സോ ഇവിടെ എത്ര പദങ്ങളുണ്ട്? n എന്ന് പറയുന്നത് 14. 14 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൺ നമ്പറാണ്. സോ ഈവൻ്റെ കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ n കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, സോ നമ്പർ ഓഫ് പെയേഴ്സ് ഈസ് ഈക്വൽ ടു n/2 എന്ന് നമുക്കറിയാം. സോ n എന്ന് പറയുന്നത് 14, 14/2 ഈസ് ഈക്വൽ ടു 7. മൊത്തം എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും? 7 പെയേഴ്സ് ഉണ്ടായിരിക്കും. അതായത് 14 വരെ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അവിടെ എന്താ ഉള്ളത്? 7 പെയേഴ്സ് ആണുള്ളത്. ഓക്കെ, ഇനി ആ 7, 8 എന്ന് തന്നിരിക്കുന്ന സമ്മാണ് നമുക്ക് തന്നിരിക്കുന്നത്. സം ഓഫ് 1 പെയർ ആണ്. ഈ 7, 8 പെയർ തന്നെ ആണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനെ എണ്ണി നോക്കാൻ പറ്റും. 1, 14, 2, 13 അങ്ങനെ എണ്ണി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇങ്ങനെ കുറേ എണ്ണേണ്ടി വരില്ലേ? സോ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നോക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7ാമത്തെ x7 പ്ലസ് x8 ആണ് നമുക്ക് തന്നേക്കുന്ന 50 എന്ന് പറയുന്നത്. ഈ 7ഉം 8ഉം കൂടി കൂട്ടി വയ്ക്കേ. 7 + 8 എത്ര കിട്ടണം നമുക്ക്? 15 അല്ലേ? 15. ഈ 15 എന്ന് പറയുന്നത് എന്തായിരിക്കും? n+1 ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 15 എന്ന് പറയുന്നത് n+1 ആയിരിക്കും. അതായത് ഈ എന്നിനോട് കൂടെ 1 കൂട്ടിയതായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാൻ വേണ്ടി 1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? 15 - 1 ആണ് n എന്ന് പറയുന്നത്. 14 അല്ലേ? സോ n14 തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ 7ഉം 8ഉം എന്ത് തന്നെയാണ്? പെയർ തന്നെയാണ്. ഓക്കെ, ഇപ്പോഴും പെയർ ആയിരിക്കും നിങ്ങൾക്ക് തരിക. എന്നാലും അത് പെയർ ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യണമെന്നുണ്ട്. ചെയ്യണം, ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നിർബന്ധമില്ലാട്ട് ഇങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, മീൻസ് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ നമുക്കറിയാം, നമുക്ക് ഫോർമുല ഉണ്ട്. എന്താണ്? സം ഈസ് ഈക്വൽ ടു, ഓക്കെ, സം ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ. ഓക്കെ ആണല്ലോ. സോ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ഓഫ് 1 പെയർ എത്രയും തന്നിട്ടുണ്ട്? 50 ആണ് തന്നിട്ടുണ്ട് ഇല്ലേ? x7ഉം x8ഉം ഒരു പെയർ ആണല്ലോ. ഓക്കെ, അത് എപ്പോഴും ഫസ്റ്റ് പെയറും ലാസ്റ്റ് പെയറും തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പെയർ കിട്ടിയാൽ മതി. സോ 8ഉം 7ഉം ഒരു പെയർ ആണ്. ആയതുകൊണ്ട് സം ഓഫ് 1 പെയർ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 50 ആയിട്ട് എടുക്കാം. നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ സം ഓഫ് നമ്പർ ഓഫ് പെയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 7 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 50 × 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. 50 × 7 എന്ന് പറയുന്നത് 350. ഓക്കെ, സോ സം എന്ന് പറയുന്നത് എന്താണ്? 350 ആണ്. സംഭവം ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ സംഭവം തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളാണ്. ഒരു 2 സ്റ്റെപ്പ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. സോ ഏതാ ഫോർമുല എന്ന് പറയുന്നത്? സം ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് സം ഓഫ് പെയർ തന്നെ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞു. നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n/2 ആണ്. 14/2 = 7 എന്ന് കിട്ടും.
ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സം ഈസ് ഈക്വൽ ടു സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ. സം ഓഫ് വൺ പെയർ 50 എന്ന് തന്നിട്ടുണ്ട്. 8 7 എന്നൊന്നും എടുക്കരുത് കേട്ടോ, അത് രണ്ടും കൂടി കൂട്ടിയ സമ്മാണ് നമുക്ക് എടുക്കേണ്ടത്. സമ്മ് 50 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു നമ്പർ ഓഫ് പെയർസ് എത്രയാണ്? 7 ആണ്. സോ 50 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 315 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈവൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം, അത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ ഈവൻ്റെ കൺസെപ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? കാണണം കേട്ടോ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.